സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? ദയവ് ചെയ്ത് കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് പറയുന്നവർ കരമുയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എപ്പോഴൊക്കെയാണ്, രാവിലെയും വൈകുന്നേരമാണോ പ്രാർത്ഥിക്കുന്നത്? ഓക്കെ. അനേകം ആളുകൾ കുടുംബ പ്രാർത്ഥനയെ ഉപേക്ഷയായി വിചാരിക്കുന്നുണ്ട്. ഇനിയും പലരും കരങ്ങൾ ഉയർത്തിയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ മറ്റാരും തന്നെ സഹകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരും കൂടി വന്നിട്ട് പ്രാർത്ഥിക്കാനിടയാകും. നിങ്ങളുടെ ഭവനം ഒരു പ്രാർത്ഥന ആലയമാക്കി മാറ്റണം. നിന്റെ മക്കൾക്ക് മാത്രമല്ല അനുഗ്രഹമാകേണ്ടത്, നിന്റെ വീട്ടുകാർക്കും നിന്റെ ബന്ധുക്കൾക്കും ചുറ്റുപാടുമുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്ന സമയത്ത്, അവൾ പ്രാർത്ഥിച്ചതായ സമയത്ത് അവൾ വീട്ടുകാരെ എല്ലാം രക്ഷിക്കപ്പെടുത്തുവാനിടയായി. ദൈവദാസന്മാരോട് നിർബന്ധിച്ചിട്ട് അവൾ തന്റെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുവാനിടയായി. പിന്നീട് ലുദിയയുടെ ഭവനത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്നു, അത് പ്രാർത്ഥനാ സ്ഥലമായിട്ട് മാറിപ്പോയി. അവളുടെ ഭവനം ഒരു സഭയായിട്ട് മാറി. നിന്റെ ഭവനം ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ഒരുക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാതാവേ, പിതാവേ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദിനം തോറും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കും. കൊച്ചു കുഞ്ഞുങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുന്ന കാണാം. ഞങ്ങളുടെ സഭയിൽ 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇരുന്ന്, 2 വയസ്സുള്ള പെൺകുട്ടികളാണെങ്കിൽ തലയിൽ കൂടെ ഷാളിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മറ്റു സഹോദരിമാർ ഷാളൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞും അതുപോലെ പ്രാർത്ഥിക്കുവാനിടയാകും. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളും നമ്മെ കണ്ടുകൊണ്ട് അവർ പ്രാർത്ഥനയിൽ വളരേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ മക്കളുടെ പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആരും അനുസരിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ, ആരെങ്കിലും മാനസാന്തരപ്പെടുന്നില്ല എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉപവസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. സൂസന്ന വെസ്ലി എന്ന ഒരു സഹോദരി, ജോൺ വെസ്ലിയുടെ മാതാവ്, അവർക്ക് 19 മക്കളായിരുന്നു. അവർ മക്കളെ എല്ലാം ഇരുത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾ കിടക്കുന്നതായ ഓരോരോ ബെഡിനരികിലേക്ക് അവർ ചെന്നിട്ട് ഓരോരോ മക്കളുടെയും തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഈ മകന്റെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നിവർത്തിക്കണമേ, ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആ മക്കൾ എല്ലാവരും തന്നെ വലിയ വലിയ ആളുകളായിട്ട് മാറാനിടയായി. പ്രധാനമായിട്ടും ജോൺ വെസ്ലി എന്ന വലിയൊരു ദൈവദാസൻ, വലിയ ഒരു ഉണർവിന്റെ നായകൻ, അതുപോലെ തന്നെ മറ്റൊരു മകൻ സംഗീതജ്ഞനായിട്ട് അനേകരെ ക്രിസ്തുവിലേക്ക് തിരിച്ചതായ ചാൾസ് വെസ്ലി ആകുവാനും ഇടയായി. നിങ്ങളുടെ മക്കൾ ദൈവസന്നിധിയിൽ വലിയ ആളുകളായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ഭൂമിയിൽ വലിയ ആളുകളായിരിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? സെബദി പുത്രന്മാർ ദൈവസന്നിധിയിൽ അവരെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് കർത്താവിന് മുൻപിൽ നിർത്തിയിട്ട് എന്താണ് അവർ പ്രാർത്ഥിക്കുവാനിടയായത്? കർത്താവ്, ഇവർക്ക് MBBS സീറ്റ് ലഭിക്കണം, കർത്താവ് ലണ്ടനിലേക്കുള്ള വിസ ലഭിക്കണം എന്നാണോ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചത്? ഒരാൾ MP ആകാനും ഒരാൾ MLA ആകാനും വേണ്ടിയാണോ പ്രാർത്ഥിപ്പിച്ചത്? എന്താണ് അവർ ചോദിച്ചത്? അറിയാവുന്ന ആളുകൾ പറയുക, യാക്കോബിനെയും യോഹന്നാനെയും അവരുടെ അമ്മ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്താണ് അപേക്ഷിച്ചത്? എൻ്റെ ഈ 2 മക്കളും നിന്റെ രാജ്യത്തിൽ ഒരുവൻ നിന്റെ വലതുഭാഗത്തും ഒരുവൻ നിന്റെ ഇടതുഭാഗത്തും ഇരിക്കുവാനിടയാകണം എന്നാണ് ചോദിച്ചത്. എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലോകത്തിൽ ഇരിക്കുവാൻ വേണ്ടിയല്ല, സ്വർഗലോകത്തിൽ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്റെ സിംഹാസനത്തിന്റെ ഇടതുവശത്ത് ഒരുവനും വലതുവശത്ത് ഒരുവനും ഇരിക്കണമെന്നാണ് ആ അമ്മ ആഗ്രഹിച്ചത്. എത്ര പേർക്ക് ഇങ്ങനെയുള്ള ആശയുണ്ട്? നിങ്ങളുടെ ആഗ്രഹം ലോകത്തിൽ വലിയവരാകാനാണോ സ്വർഗത്തിൽ വലിയവരാകാനാണോ? എൻ്റെ പിതാവ് എന്നെ ഒരു ഡോക്ടറാക്കാനാണ് ആഗ്രഹിച്ചത്. MBBS കോഴ്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടി രക്ഷിക്കപ്പെട്ട സമയത്ത് തയ്യാറായിരിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ട ശേഷം പറയുകയാണ്, എടാ, എന്റെയും നിന്റെയും ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യ ഫലം ദൈവത്തിന്റെ സ്വത്താണ് എന്ന് ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ വേർതിരിച്ചു, ജാതികൾക്ക് പ്രവാചകനായിട്ട് ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് എന്നോട് സംസാരിച്ചു. അങ്ങനെ പഠനം മാറ്റിവെച്ചിട്ട് എൻ്റെ മാതാപിതാക്കളെ എല്ലാം വിട്ടിട്ട്, എൻ്റെ വീട് വിട്ടിട്ട് ഞാൻ ചെന്നൈയിലേക്ക് ബൈബിൾ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വന്നു. അന്നു മുതൽ ഇന്ന് വരെയും ദൈവത്തിൻ്റെ വേലയെ ഞാൻ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ബന്ധുക്കളും മറ്റും എൻ്റെ പിതാവിനോട് വഴക്കുണ്ടാക്കുവാനിടയായി. എന്താണ് നിങ്ങൾ ഈ ചെയ്തത്? അവൻ്റെ ഭാവി എന്തായിത്തീരും? അവന് നല്ലൊരു ജോലി ലഭിക്കുമോ? ഇനിയും അവൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബന്ധുക്കളെല്ലാം എൻ്റെ പിതാവിനെ വഴക്ക് പറഞ്ഞു. അവർക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ആ ബന്ധുക്കളെല്ലാവരും മാനസാന്തരപ്പെട്ടു. ഇപ്പോൾ ലൈനിൽ നിന്നുകൊണ്ട് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരികയാണ് അവർ. പാവം, ഇവൻ അവസാനം ജീവിക്കുന്നതിന് വേണ്ടി പിച്ചെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതായ ആളുകൾ
ഇപ്പോൾ ക്യൂ നിന്നാണ് എന്നെ കാണുന്നത്. എന്തിനാണ് നിങ്ങൾ ക്യൂ നിന്ന് ചോദിച്ചു പറയാണ്, എന്നെ അങ്ങോട്ട് കയറ്റിവിടുന്നില്ല മോനെ, അതുകൊണ്ടാണ്. ദൈവത്തിൽ ഏൽപ്പിക്കപ്പെടുന്നവൻ ഒരിക്കലും ദരിദ്രരാവില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ തലയാക്കും, ഒരിക്കലും അവരെ വാല് ആക്കുകയില്ല. നിങ്ങൾ എത്ര പഠിപ്പിച്ചാലും, നിങ്ങൾ അമേരിക്കയിൽ വിട്ടാലും, നിങ്ങൾ ഓസ്ട്രേലിയ വിട്ട് പഠിപ്പിച്ചാലും, സിംഗപ്പൂരിൽ വിട്ട് പഠിപ്പിച്ചാലും അവരെന്താണ്, പിന്നെ അവർ ഇങ്ങോട്ട് വരികയേയില്ല. അഥവാ വന്നാലും കൂടെ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടായിരിക്കും വരാറുള്ളത്. അതാണ് ഈ കാലത്ത് നടക്കുന്നത്. എത്രയോ അമ്മമാർ ദുഃഖിച്ച് കരയുന്നുണ്ട്. എടാ, നിന്നെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പഠിപ്പിച്ച് നിനക്ക് വിസ എല്ലാം ശരിയാക്കിയിട്ട് നിന്നെ അവിടുന്ന് പഠിപ്പിച്ചിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചപ്പോൾ നീ എന്തിനാണ് ഈ കുട്ടിയെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് വീണ്ടും അവൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. എന്താണ്, എത്രയോ മാതാപിതാക്കൾ ഇങ്ങനെ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. രാവും പകലും കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് മക്കളെ വളർത്തി വലുതാക്കി അവർ ഒരു നിലയിലായിരിക്കുമ്പോൾ എത്രയോ മാതാപിതാക്കളെ അവർ തള്ളിക്കളയുകയാണ്, നോക്കത്തില്ല. വേണമെങ്കിൽ അനാഥാലയത്തിൽ കൊണ്ട് തള്ളുകയാണ്, വേണമെങ്കിൽ പണം നൽകാമെന്നാണ് പറയുന്നത്. എന്താണിത്? അവർ പറയുന്നു, മകനെ, നിന്റെ പണമല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിന്റെ സ്നേഹമാണ്, നിന്റെ സാന്നിധ്യമാണ്, നിന്റെ ആശ്വാസമാണ് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കരയുന്നു. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ദൈവം മുമ്പാകെ കരഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ലോകത്തിൽ ധന്യരായി മാറാനിടയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ മക്കളുടെ ജീവിതത്തിൽ കൂടി ദൈവം നിറവേറ്റി നിങ്ങളെ ഭാഗ്യവാന്മാരാക്കി മാറ്റുകയും ചെയ്യും. പിശാച് കുടുംബങ്ങളെ താറുമാറാക്കി കളയേണ്ടതിനു വേണ്ടി അന്നു തന്നെ തന്ത്രമൊരുക്കുവാനിടയായി. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഭിന്നത ഉണ്ടാക്കി, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും എന്നൊക്കെ വിളിച്ച് പുകഴ്ത്തി സ്നേഹത്തോടെ സംസാരിച്ച ആദാമ് തിന്നരുതെന്ന് കൽപ്പിച്ച പഴം തിന്നപ്പോൾ എന്താണ് വിളിച്ചതെന്നറിയാമോ? എന്താണ് വിളിച്ചത്? ദൈവം ചോദിച്ചു, എന്തിനു തിന്നു? അറിവില്ലാതെ തിന്നതാണ്. അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസവുമായി എൻ്റെ ഭാര്യ തന്നതുകൊണ്ടാണ് തിന്നത്. അവൾ നരകത്തിൽ പോയാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? ഞങ്ങൾ രണ്ടും ഏക ശരീരമാകുമെന്ന് നീയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവളായ ഭാര്യ തന്നതുകൊണ്ടാണ് ഞാൻ കഴിച്ചത് എന്നാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. നീ എന്നോടൊപ്പം ഇരിക്കുവാൻ തന്നിരിക്കുന്ന ഈ സ്ത്രീ തന്നതുകൊണ്ടാണ് ഞാൻ തിന്നതെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ സ്ത്രീ തന്നതുകൊണ്ട് ഞാൻ തിന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്, അവന്റെ കുറ്റമല്ല എന്ന്. അപ്പോൾ തന്നെ ഭാര്യയെ തള്ളിക്കളയുവാനിടയായി. ഭാര്യയെ കുറ്റം പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ കാലത്ത് അനേകം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത്, എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? നമ്മുടെ ഭാരതത്തില് സ്ത്രീകളെ വിളിക്കുന്നത് പോലും അങ്ങനെയാണ്. ഡി, ആ, ഐ. അതെന്താണ്? ഭാര്യയെ ഓയ് ഹോയ് എന്നൊക്കെ എന്തിനാണ് വിളിക്കുന്നത്? അന്ധന്മാരെ പോലെ. എന്നാൽ നമ്മുടെ അമേരിക്കയിലാണെങ്കിൽ എങ്ങനെയാണ് വിളിക്കുന്നത്? ഹണി, സ്വീറ്റി. നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ, അവിടെ ചെന്നാൽ അതിനപ്പുറമുള്ള രീതിയാണ്. ഹണി, ഐ കാണ്ട് ടു ലീവ് വിത്ത് യു, ഐ വാണ്ട് ടു ഡൈവേഴ്സ് യു. മൈ ഡിയർ, ഐ കാണ്ട് ബെയർ യു, നോ, ഐ വാണ്ട് ഡൈവേഴ്സ് യു. യെസ് ഡിയർ എന്ന് പറയും. പിന്നെ ഇതിനാണ് യെസ് ഡിയർ എന്ന് വിളിക്കുന്നത്? അവിടെ വെറും വാക്കുകളിൽ മാത്രമാണ് സ്നേഹം കാണിക്കുന്നത്. നമ്മളാണെങ്കിൽ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് പിന്നെ ഓയ് ഹായ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ പേര് ചേർത്ത് വിളിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിക്കുക. അല്ലാതെ ഈ കാലത്ത് ഭാര്യയും ചില ഭാര്യമാരും അങ്ങനെയാണ് ഏയ് ഓയ് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. പണ്ടുകാലത്തെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ചേട്ടാ എന്നായിരിക്കും ഭാര്യ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നത്. വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടിയായിരിക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം സ്നേഹവും ബഹുമാനവും എല്ലാം അവർ കാട്ടുമായിരുന്നു. നമുക്കറിയാം, ഭാരതത്തിൽ പതിവ്രതകളായിരുന്നു അന്നത്തെ സ്ത്രീകളെക്കുറിച്ച്. പതിവ്രതകൾ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടറിയാവുന്നതാണ്. അതുകൊണ്ട് ഓവറായിട്ട് സ്നേഹിക്കണമെന്നല്ല, ഭർത്താവിനെ ബഹുമാനം കൊടുക്കേണ്ട രീതിയിൽ ബഹുമാനം കൊടുക്കുക. തക്കതായ തുണയെന്ന രീതിയിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക. നിന്റെ ഭാര്യയെ ചേർത്ത് നിർത്തുക. നിന്റെ ഭാര്യ നിനക്ക് അടിമയല്ല, നീ നിന്റെ ഭാര്യയ്ക്ക് ദൈവവുമല്ല. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്ന സത്യം മനസ്സിലാക്കുക. നിന്റെ ഭാര്യയെ നിന്നോട് ചേർത്ത് നിർത്തുക. ഭർത്താവ് കുറ്റം ചെയ്താൽ നിന്റെയും കൂടെ കുറ്റമാണെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, അബീഗയിൽ ദാവീദിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ ഭർത്താവായ നാബാലിന് വേണ്ടി ദാവീദിനോട് യാചിക്കുകയാണ്. ഭർത്താവിന്റെ കുറ്റം എന്റെ മേൽ വെക്കുക, അവൻ ദുസ്വഭാവമുള്ളവനാണ്, അവൻ കുറ്റം ചെയ്തത് എന്റെ മേൽ വെക്കുക എന്ന് പറഞ്ഞ് യാചിച്ചു. കണ്ടില്ലേ? അതാണ് പ്രാർത്ഥന. അല്ലാതെ ദൈവസന്നിധിയിൽ ചെന്നിട്ട് എൻ്റെ ഭർത്താവിനെ ദൈവമേ ഒരു പാഠം പഠിപ്പിക്കണമേ, അവൻ്റെ കാൽ ഒടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥമായ പ്രാർത്ഥന. എൻ്റെ ഭർത്താവിനെ മാറ്റണമേ, എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കണമേ, അദ്ദേഹം മദ്യത്തിൻ്റെ ലഹരിയിലാണ്, ബോധമില്ലാതിരിക്കുകയാണ്, എൻ്റെ ഭർത്താവിനോട് മനസ്സറിയണമേ, കരുണ കാട്ടണമേ, അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. എൻ്റെ പിതാവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ മാതാവ് 12 വർഷം പ്രാർത്ഥിക്കുവാനിടയായി. 12 വർഷം. എത്ര നിന്ദിച്ചിട്ടും എത്ര ഉപദ്രവിച്ചിട്ടും അമ്മ പിണങ്ങിപ്പോകുവാനൊന്നും ഇടയായില്ല. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. നിന്റെ പിതാവ് മാനസാന്തരപ്പെടുമെന്ന് പറയുമ്പോൾ ഞാനത് കേട്ട് ചിരിക്കുമായിരുന്നു. എന്താണോ അമ്മ ഇങ്ങനെ? എന്നാൽ എൻ്റെ പിതാവ് മാനസാന്തരപ്പെടുവാൻ ഇടയായി, മാറുവാനിടയായി.
മാനസാന്തരപ്പെട്ടിട്ട് എൻ്റെ അമ്മയുടെ കരം പിടിച്ചിട്ട് അമ്മയോട് ക്ഷമ ചോദിക്കുന്നത് ഞാൻ കാണുവാനിടയായി. എനിക്കത് കണ്ടപ്പോൾ അത്ഭുതം തോന്നാനിടയായി. അതിശയം തോന്നി. അത്രമാത്രം കോപിഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. ആരെയും വകവയ്ക്കുകയില്ലായിരുന്നു. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെയായി മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് അതിനുശേഷം അവർ വളരെ ഇണക്കുരുവികളെ പോലെ ജീവിതകാലം കഴിക്കുവാനിടയായി. നിന്റെ ഭർത്താവ് ദുഷ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ അയാളും നശിച്ചു പോകും, നിന്റെ ജീവിതവും നശിക്കും, നിന്റെ മക്കളുടെ ജീവിതവും നശിക്കും. നിന്റെ ഭർത്താവിന് വേണ്ടി നീ കണ്ണുനീരൊഴുക്കിയാൽ ഒരു പുതിയ വ്യക്തിയായിട്ട് പുതിയ മനസ്സ് കൊടുത്ത് പുതിയൊരു വ്യക്തിയാക്കി മാറ്റിയെടുക്കുവാൻ യേശുവിന് കഴിയും. നമ്മുടെ പാപം നമ്മുടെ മക്കളുടെ മേലും മക്കളുടെ മേലും വ്യാപരിക്കാനിടയാകും. കുടുംബ വ്യവസ്ഥയെ തകർത്ത് കളയണം. കുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിക്കണം. രാജ്യങ്ങളെ നശിപ്പിക്കണം. പ്രപഞ്ചത്തെ നശിപ്പിക്കണം. മാനവരാശിയെ നശിപ്പിക്കണം. അവനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പിശാച് വിചാരിച്ചുകൊണ്ട് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പിശാച് എൻ്റെ മക്കളുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ പാടില്ല. ഫറവോനോട് പറഞ്ഞു, ജനം മുഴുവൻ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഞങ്ങളെ കടത്തിവിടുക എന്ന്. അപ്പോൾ ഫറവോൻ പറഞ്ഞു പാടില്ല എന്ന്. പിന്നെ പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി വരികയെന്ന്. കാരണം പുരുഷന്മാർ പോയ ഭാര്യയും മക്കളെയും അന്വേഷിച്ച് വീണ്ടും തിരികെ വരുമെന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ കുടുംബത്തോടെ പോവുകയുള്ളെന്ന്. അപ്പോൾ പറഞ്ഞു, ശരി, നിങ്ങൾ കുടുംബമായിട്ട് പോയിട്ട് നിങ്ങളുടെ ആസ്തിയും സമ്പത്തും മൃഗങ്ങളെയെല്ലാം വിട്ടിട്ട് പോവുക. അപ്പോൾ അതിനുവേണ്ടി വരുമല്ലോ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ മോശ പറഞ്ഞു, ഒന്നും ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുകയില്ല. ഞാനും ഞങ്ങളുടെ ജനവും സന്താനങ്ങളും എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. അതെ, നമ്മുടെ വീട്ടിൽ ഒരു നിസ്സാര വസ്തു പോലും, ഒരു ചെറിയ വസ്തു പോലും പിശാചിന് കൊടുക്കുകയില്ല. ഒരു ഡസ്റ്റ്ബിന് പോലും പിശാചിന് തൊടുവാൻ കൊടുക്കുകയില്ല. പിശാചിന് പ്രവർത്തിക്കുവാൻ അല്പം പോലും ഇടം കൊടുക്കുകയില്ല. സകലതും എൻ്റെ ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞു. എന്ന് എത്ര ആളുകൾക്ക് ധൈര്യത്തോടെ ഈ സമയത്ത് പറയാൻ കഴിയും? ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. വായ് തുറന്ന് പറയുക. വായ് തുറന്ന് ഉറക്കെ പറയുക. പിശാച് കൈകൾ ഉയർത്തുമ്പോൾ സന്തോഷിക്കും. എന്നാൽ വായ് കൊണ്ട് പറയുകയാണെങ്കിൽ അവൻ ഓടിപ്പോകാനിടയാകും. അവൻ യൂസ്ലെസ് ഫെലോയാണ്. ആരാണവൻ? പിശാച് തോറ്റുപോയ ശത്രുവാണ്. എന്റെ വീട്ടിൽ കിടക്കുമോ? എന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടുമോ? എന്റെ കുടുംബത്തിൽ വരുമോ? ഗെറ്റ് ഔട്ട്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. അപ്പോൾ അവൻ നിങ്ങളെ വിട്ടിട്ട് ഓടിപ്പോകും. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നത്തിന്, നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലാത്തതിന്, സ്വസ്ഥതയില്ലാത്തതിന് കാരണം ആരാണെന്നറിയാമോ? ഈ പിശാചാകുന്നു. അവൻ വഞ്ചകനാണ്, അവൻ കള്ളനാണ്, അവൻ ചതിയനാണ്, അവൻ തന്ത്രങ്ങൾ മെനയുന്നവനാണ്, നിങ്ങളെ തകർക്കുവാൻ നോക്കിയിരിക്കുന്നവനാണ്. അവനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ സമാധാനമുണ്ടാകുവാനിടയാകും. തൽകളെ വണക്കം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ. ഏത് പിതാവാണ് വേദനിക്കുന്നത്? ആരുടെ ഹൃദയത്തിലാണ് ദുഃഖമുള്ളത്, ഭാരം ഉള്ളത്? ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതൽ നൽകണമേ അപ്പാ. മദ്യപിക്കുന്ന ശീലമുള്ള പിതാക്കന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് വിടുതൽ നൽകുമാറാകണമേ അപ്പാ. സ്വയം നാശത്തിലേക്ക് പോയിക്കൊണ്ട് തങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ആരെങ്കിലും ഇവിടെയുണ്ട് എങ്കിൽ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം നീ കൊണ്ടുവരണമേ. അവരുടെ ഹൃദയത്തിൽ വലിയ പശ്ചാത്താപം ഉണ്ടാക്കണമേ അപ്പാ. അവർ ഇഷ്ടപ്പെടുന്നതായ ആ പാപത്തെ വെറുക്കുവാനുള്ള പുതിയ മനസ്സവർക്ക് കൊടുക്കണമേ. ഏതു സഹോദരിയാണ്, ഏത് മാതാവാണ് തൻ്റെ വീട്ടിലെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത്, ആത്മീയമായിട്ട് മുന്നേറുവാൻ കഴിയാതെ ഇരിക്കുന്നത്? അവരോട് നീ ഇന്ന് കരുണ കാട്ടുമാറാകണമേ. അങ്ങനെയുള്ള ആളുകളെ നിന്റെ മക്കളായിട്ട് നീ മാറ്റിയെടുക്കണമേ. നിന്നോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാക്കി മാറ്റണമേ. പിശാച് കൊണ്ടുവരുന്ന സകല തടസ്സങ്ങളിൽ നിന്നും, സകല ബന്ധനങ്ങളിൽ നിന്നും നീ സ്നേഹിക്കുന്ന നിന്റെ മക്കളുടെ കുടുംബങ്ങളെയെല്ലാം വിടുവിക്കുമാറാകണമേ അപ്പാ. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിച്ച് സമാധാനം കൊടുക്കുമാറാകണമേ. എല്ലാ കുടുംബത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം, സമാധാനം വരുവാൻ കൃപ കൊടുക്കണം. കർത്താവേ, നീ യഥാർത്ഥമായും ഞങ്ങളുടെ കുടുംബത്തിന്റെ അധിപതിയായിട്ട്, നായകനായിട്ട് വരുമാറാകണമേ. നിന്റെ സമാധാനവും നിന്റെ സന്തോഷവും ഞങ്ങളുടെ സകല ഗൃഹങ്ങളിലും ഉണ്ടായിരിക്കാൻ സഹായിക്കണമേ. എവിടെയാണോ ക്രിസ്തു ഉള്ളത് അവിടെ സമൃദ്ധിയുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. ലോകത്തിലുള്ളതായ സമ്പാദ്യമല്ല, ലോകത്തിലെ പണമല്ല വലുത്, ക്രിസ്തുവിന്റെ സമ്പാദ്യമാണ്. ക്രിസ്തു നൽകുന്നതായ സമ്പത്താണ് വലുത് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയുള്ള ആഗ്രഹം ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ നീ കൊടുക്കണമേ.
അങ്ങനെ അവർ ലോകത്തിന്റെ പിന്നാലെ പോകാതെ, ലോകത്തിന്റെ ഇഷ്ടത്തിന് പിന്നാലെ പോകാതെ, പിശാചിന് കീഴ്പ്പെട്ടു പോകാതെ യൗവന മോഹങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുവാൻ, വിശുദ്ധിയോടുകൂടി, സ്നേഹത്തോടുകൂടി, വിശ്വാസികളോടുകൂടി പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ആയിരിക്കുവാൻ ഞങ്ങളുടെ മക്കളെല്ലാം നീ സഹായിക്കുമാറാകണമേ അപ്പ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.